764 ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ്. ഏകദേശം 120 ഏക്കർ വലിപ്പമുണ്ടാകും. 1 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ത്രികോണമാണ് വത്തിക്കാൻ സ്റ്റേറ്റ് എന്ന രാജ്യം. പൂർണ്ണമായും റോമാ നഗരത്തിനകത്താണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായി അറിയപ്പെടുന്നു. വത്തിക്കാൻ സ്റ്റേറ്റ് എന്ന രാജ്യം ചുറ്റി നടന്നു കാണുവാൻ 3 കിലോമീറ്റർ മാത്രമേ നടക്കേണ്ടതുള്ളൂ. റോമാ നഗരത്തിലെ പല ഷോപ്പിംഗ് മാളുകളും ഇതിനേക്കാൾ വലുതാണ്. ഈ നഗരത്തിൻ്റെ ഭൂരിഭാഗവും വത്തിക്കാൻ ഗാർഡൻസ് ആണ് കൈയടക്കിയിട്ടുള്ളത്. സ്ഥിരം താമസക്കാരായ 764 ആളുകൾക്ക് പുറമെ ധാരാളം ഉദ്യോഗസ്ഥന്മാരും പടയാളികളും സന്ദർശകരും എപ്പോഴും ഇവിടെയുണ്ടാകും. അവരിൽ പലരും താമസിക്കുന്നത് രാജ്യത്തിന് പുറത്ത് റോമാ നഗരത്തിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ ജനസംഖ്യ 3000 കണക്കാക്കുന്നതിൽ തെറ്റില്ല. സന്ദർശകരുടെ എണ്ണം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസേന വത്തിക്കാൻ നഗരം കാണുവാൻ വേണ്ടി വരുന്നത്. അവരെ നിയന്ത്രിക്കുവാൻ വേണ്ടി സ്വിസ് ഗാർഡ്സ് എന്ന പേരിൽ ഒരു പട്ടാള സംഘവും ഇവിടെയുണ്ട്. മാർപ്പാപ്പയുടെ സംരക്ഷണത്തിന് വേണ്ടി 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ് സ്വിസ് ഗാർഡ്സ് എന്ന സംരക്ഷണ സേന. മനോഹരമായ വളരെ കളർഫുള്ളായ യൂണിഫോമാണ് സ്വിസ് ഗാർഡ്സ് അണിയുന്നത്. വത്തിക്കാൻ രാജ്യം സന്ദർശിക്കുവാൻ വിസയോ അനുവാദപത്രമോ ആവശ്യമില്ല. ഇറ്റലിയിലേക്ക് പോകുവാനുള്ള വിസയുള്ള ആർക്കും വത്തിക്കാൻ നഗരത്തിൽ പ്രവേശിക്കാൻ പറ്റും. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുവാനുള്ള ഷെങ്കൻ വിസ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇറ്റലിയിലും അതിൻ്റെ ഭാഗമായി വത്തിക്കാൻ രാജ്യത്തിലും പ്രവേശിക്കാവുന്നതാണ്. റോമാ നഗരത്തിൽ നിന്ന് കാൽനടയായോ ടാക്സിയിലോ ബസ്സിലോ വത്തിക്കാൻ നഗരത്തിൽ എത്തിച്ചേരാൻ പറ്റും. സ്വന്തമായി എയർപോർട്ട് ഇല്ലാത്തതുകൊണ്ട് റോമാ നഗരത്തിലെ ലിയനാർഡോ ഡാവിഞ്ചി എയർപോർട്ടാണ് വത്തിക്കാനിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് നടന്നു കാണാവുന്ന അത്രയും ചെറുതാണ് ഈ രാജ്യം. വത്തിക്കാൻ സിറ്റിയുടെ അകത്ത് വാഹനങ്ങൾ ഓടിക്കുവാൻ അനുവദിക്കുകയില്ല. എങ്കിലും മാർപ്പാപ്പയെ കാണാൻ വരുന്ന VVIP അതിഥികൾക്ക് വാഹന സൗകര്യമുണ്ട്. വത്തിക്കാനിലെ ഏറ്റവും വലിയ പള്ളിയായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സന്ദർശകർക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു. പ്രാർത്ഥിക്കുവാനുള്ള അനുവാദവുമുണ്ട്. കർക്കശമായ ഡ്രസ് കോഡ് ഇവിടെയുണ്ട്. ഹാഫ് ട്രൗസേഴ്സ് ധരിച്ച് പുരുഷന്മാർ അകത്ത് പ്രവേശിക്കാൻ പാടില്ല. തൊപ്പിയും അണിയാൻ പാടില്ല. പെൺകുട്ടികളാണെങ്കിൽ തലമറക്കണമെന്ന് നിർബന്ധമുണ്ട്. അത്യന്തം ആധുനികമായി വസ്ത്രം ധരിക്കുവാൻ ഇവിടെ അനുവദിക്കുകയില്ല. ഫോട്ടോ എടുക്കാൻ അനുവദിക്കുമെങ്കിലും ഫ്ലാഷ് അനുവദിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മകുടം ഈ പള്ളിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 450 ഫീറ്റ് ഉയരമുണ്ട് ഈ മകുടത്തിന്. മാർപ്പാപ്പയെ നേരിൽ കാണുവാനും അനുഗ്രഹം വാങ്ങുവാനും ഇവിടെ അവസരമുണ്ട്. ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലും അദ്ദേഹം ഭക്തന്മാർക്ക് ദർശനം കൊടുക്കാറുണ്ട്. തൊട്ടടുത്ത് നിന്ന് കാണണമെങ്കിൽ മുൻകൂട്ടി റിസർവ് ചെയ്യേണ്ടി വരും. ദൂരെ നിന്ന് കാണുവാൻ പ്രയാസമില്ല. വത്തിക്കാനിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നത് വത്തിക്കാൻ മ്യൂസിയമാണ്. വമ്പിച്ച തിരക്കാണ് മ്യൂസിയത്തിനകത്ത് കയറിയാൽ. ലോകത്തിലെ ഏറ്റവും മഹത്തായ ആർട്ട് ഗാലറിയാണ് വത്തിക്കാൻ മ്യൂസിയം. പ്രത്യേകിച്ച് മൈക്കലാഞ്ചലോയുടെ ചിത്രങ്ങളാണ് ഇവിടെയുള്ളത്. ശനിയാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും ഈ മ്യൂസിയത്തിൽ സൂചി കുത്താൻ ഇടമില്ലാത്ത അത്രയും തിരക്കായിരിക്കും. ഇന്ത്യയുടെ 3000 രൂപ കൊടുത്താൽ വത്തിക്കാൻ നഗരം മുഴുവൻ ഒരു ഗൈഡിന്റെ സഹായത്തോടെ നടന്നു കാണുവാനുള്ള സൗകര്യമുണ്ട്. ഭക്ഷണം കഴിക്കാൻ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ വത്തിക്കാൻ നഗരത്തിലുള്ളൂ. കഫറ്റേറിയ ശൈലിയിലുള്ള ഒരു റെസ്റ്റോറന്റ് ഇവിടെ ഉണ്ടെങ്കിലും മിതമായ ക്വാളിറ്റിയുള്ള ഭക്ഷണത്തിന് ഉയർന്ന നിരക്ക് കൊടുക്കേണ്ടി വരുന്നു. ഒരു ബാറും പിസേറിയയും ഇവിടെയുണ്ട്. വത്തിക്കാൻ രാജ്യത്ത് ലോഡ്ജുകൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും റോമാ നഗരത്തിൽ താമസിക്കുന്നു. എങ്കിലും മാർപ്പാപ്പയെ അടുത്ത് പരിചയമുള്ള ആളുകൾക്ക് താമസിക്കാൻ മികച്ച ഗസ്റ്റ് ഹൗസുകൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വത്തിക്കാൻ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ ഇൻസൈഡ് ദ വത്തിക്കാൻ എന്ന പുസ്തകം വായിച്ചാൽ മതി. ബാർട്ട് മക്ഡവലാണ് ഈ പുസ്തകം എഴുതിയത്. വത്തിക്കാന്റെ ചരിത്രവും അടുത്ത കാലത്ത് മാർപ്പാപ്പയായ വ്യക്തികളുടെ ജീവചരിത്രവും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ഫോട്ടോഗ്രാഫ്സും ഈ പുസ്തകത്തിലുണ്ട്.